സർ, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത അത്രയും വലിയ വിനാശങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ കാട്ടുതീയുടെ ഉത്ഭവം അതെന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ കാട്ടുതീയെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? അപ്പോൾ എന്തുകൊണ്ട് ഈ കാട്ടുതീ ഉണ്ടായി, എന്തുകൊണ്ട് കാട്ടുതീ നിയന്ത്രിക്കാൻ പറ്റിയില്ല, അതാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോസ് ഏഞ്ചൽസ് എന്നുള്ള ഈ പേര് തന്നെ ഇറ്റ് ഈസ് എ സ്പാനിഷ് നെയിം. അതിൻ്റെ അർത്ഥം ദി ഏഞ്ചൽസ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഏഞ്ചൽസിൻ്റെ പ്രസൻസ് അല്ല ഫീൽ ചെയ്യുന്നത്, സാക്ഷാൽ നരകമായി അത് മാറിയിരിക്കുന്നു. അത്രയധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാലിസൈഡ്, ഈറ്റൺ മുതലായ സ്ഥലങ്ങളിൽ കാട്ടുതീ പടർന്നിട്ട് അതിപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല $150 ബില്യൺ നഷ്ടം ഉണ്ടായെന്ന് പറയുന്നത്. അതുപോലൊരു നഷ്ടം ഒരു ആക്സിഡൻറ്റിൽ ലോകത്തിലൊരു പക്ഷേ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല 1.5 ലക്ഷം ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. 14,000 ആൾക്കാർ ഈ അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആയിട്ടും കാര്യങ്ങൾക്കൊരു മാറ്റവും വരുന്നില്ല. തീ അങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തിയുക്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ യുദ്ധത്തിൽ പോലും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം, എങ്ങനെ ഇത്രയും വലിയൊരു തീ എങ്ങനെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഒരു കാര്യമാണ്. കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും ആ ഭാഗത്തൊക്കെയുള്ള എല്ലാവർക്കും ഈ കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിരപരിചിതമായൊരു സംഗതിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്, നാശനഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണിത്. കാരണം ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ജനുവരി മാസത്തിലാണ്. ജനുവരി മാസം എന്ന് പറഞ്ഞാൽ പീക്ക് വിൻ്ററാണ്. വിൻ്റർ സീസണിൽ പക്ഷേ അവിടെ ഇങ്ങനെ തീ ഉണ്ടാകാറില്ല. ആ തീ ഉണ്ടാകുന്നത് സമ്മർ സീസണിലാണ്. അതായത് ജൂലൈ ടു സെപ്റ്റംബർ സീസണിലാണ് തീ ഉണ്ടാകാറ്. പക്ഷേ ഈ പ്രാവശ്യം തീ ഉണ്ടായിരിക്കുന്നത് ഈ ജനുവരിയിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഒരു ട്രാജഡി. അപ്പോൾ ഇതിൻ്റെ മുഖ്യ കാരണമായിട്ട് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. നമുക്കറിയാം ഈ 2024 വലിയ ഒരു മാറ്റം ഉണ്ടായി. അതായത് എൽ നീനോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിഭാസം കേട്ടോ, വളരെ ശക്തമായ മഴയും അത് ഈ പറയുന്ന നഗരത്തെയും ബാധിച്ചു. ഈ ലോസ് ഏഞ്ചൽസിനെയും ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലിഫോർണിയയിലും നല്ല ശക്തമായ മഴ ലഭിച്ചു. അപ്പോൾ ദാറ്റ് വാസ് ഇൻ ദി ബിഗിനിങ് ഓഫ് 2024. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആ സമയത്ത് നിന്നല്ല, അതേപോലത്തെ മഴ കാലിഫോർണിയയിൽ ഉണ്ടാകാറില്ല. ഈ 24 ആദ്യമായിട്ട് അത് അങ്ങനെ അത്ര ശക്തമായ മഴ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും മഴ ലഭിക്കാത്ത പോലെയുള്ള ഒരു വരണ്ട പ്രദേശത്ത് പെട്ടെന്ന് ശക്തമായ മഴ ലഭിക്കുമ്പോൾ അവിടെ സസ്യജാലങ്ങളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. അതൊക്കെ നല്ല സാധാരണ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ പോലെ, വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ അതിഗംഭീരമായിട്ട് ഇതൊക്കെ പടർന്ന് പന്തലിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞ് ഒക്ടോബർ മാസം ആയതോടുകൂടി ഈ മഴയുടെ ഒന്നും ഒരു പൊടി പോലും ഇല്ല, ഒറ്റ മഴയും കിട്ടാത്ത അവസ്ഥയായി. അതായത് ആ സീസണിൽ നേരത്തെ ലഭിച്ചിരുന്ന മഴയുടെ 4% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വളരെയധികം കൂടാൻ തുടങ്ങി. ടെമ്പറേച്ചർ അങ്ങനെ കൂടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഈ സസ്യജാലങ്ങൾ പുതിയതായിട്ട് ഉണ്ടായത്, പതിവില്ലാതെ ഉണ്ടായത്, അതെല്ലാം അത് കംപ്ലീറ്റ് ഉണങ്ങി ഫ്യൂവൽ എന്ന രീതിയിൽ ആയി മാറി. ഇപ്പം നമുക്കറിയാമല്ലോ, നെല്ല് നട്ട് കഴിഞ്ഞാൽ നല്ല തഴച്ച് കൊഴുത്ത് പടർന്ന് പന്തലിക്കും. പക്ഷേ 3, 4, 5 മാസമോ കഴിയുമ്പോൾ അതിൽ പിന്നെ നമ്മൾ കാണുന്നത് വൈക്കോലാണ്. ആ വൈക്കോല് മുഴുവനും കൂടിയിരിക്കുന്നിടത്ത് തീ വീണ് കഴിഞ്ഞാൽ അത് ഫ്യൂവലായി, പിന്നെ ഫ്യൂവല് കത്തി അമർന്ന് ചാരാവും. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്നു. നാട് മുഴുവനും അപ്രതീക്ഷിതമായ മഴയിൽ മുഴുവനും പച്ചപ്പ് നിറഞ്ഞു നിന്നിരുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി വരണ്ട് അത് ദാറ്റ് ബിക്കെയിം ഫ്യൂവൽ. അത് മാത്രമല്ല, മഴ എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാക്ടിക്കലി സമ്മറിൻ്റെ ഒരു ഇഫക്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ ഈ ജനുവരിയിൽ തന്നെ ഇത് സംഭവിച്ചു. ഇതേപോലത്തെ ഒരു സംഭവം, ഇത്രയും വലിയ ഡാമേജ് ഒരു ആക്സിഡൻറ്റിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പല യുദ്ധങ്ങളിൽ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഈ 70 ബില്യൻ്റെ ഒന്നും നഷ്ടം വരാറില്ല. അത്രയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആൾക്കാരും പോയി. ആദ്യം കേട്ടത് 15 പേര് മരിച്ചെന്നാണ്. പക്ഷേ ഓരോ പുതിയ റിപ്പോർട്ട് വരുമ്പോഴും മരിച്ച ആൾക്കാരുടെ നമ്പറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ക്ലൈമറ്റ് ചേഞ്ചാണ് ഇതിലെ മെയിൻ ഫാക്ടർ, അല്ലെങ്കിൽ മെയിൻ റീസൺ. ആ ക്ലൈമറ്റ് ചേഞ്ച് കൂടാതെ പിന്നെ ഉണ്ടായിരിക്കുന്ന കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ സാന്റ ആന എന്ന് പറയുന്ന ഒരു കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. സാന്റ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ് അന്ന എന്ന് വേണമെങ്കിൽ പറയാം. ആ പേരിലാണ് ആ കാറ്റ് അറിയപ്പെടുന്നത്. ആ കാറ്റിന് ഡെവിൾ ഫയേഴ്സ് എന്നൊരു പേരും കൂടിയുണ്ട്. കാരണം വലിയ തീ ആളിക്കത്തിക്കാൻ കഴിവുള്ള കാറ്റാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന ശക്തമായ കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്നും വരുന്ന കാറ്റായിരിക്കും, കടലിൽ നിന്നും കരയിലേക്ക് വരുന്ന കാറ്റായിരിക്കും.
അപ്പോൾ ആ കടലിൽ നിന്നും വരുന്ന കാറ്റിന് ഒരു പ്രത്യേകതയുള്ളത് അതിലല്പം മോയ്സ്ചർ ഉണ്ടാവും, നനവുണ്ടാവും, ഈർപ്പം ഉണ്ടാവും ആ കാറ്റിന്. അപ്പോൾ ആ കാറ്റിന് ഒരു പരിധി വിട്ട് തീയെ ആളി കത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സാന്റാ ആനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടലിൽ നിന്നല്ല വരുന്നത്, ഉൾപ്രദേശത്ത് നിന്ന് വരുന്ന കാറ്റാണ്. അതിൽ ഈർപ്പത്തിൻ്റെ അംശമില്ല, നനവെന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇല്ല. വെരി ഡ്രൈ വിൻഡ്, എക്സ്ട്രീംലി നല്ല സ്പീഡിലാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ ഈ കാറ്റ് വീശുന്ന സമയത്ത് പോകുന്ന വഴിക്ക് മുഴുവനും ഇത് കത്തിക്കും. മാത്രമല്ല ഈ കാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം തീപ്പൊരി ഉണ്ടെന്ന് വിചാരിച്ചു, ഈ തീപ്പൊരി ഇത് വളരെ ദൂരേക്ക് എത്തിക്കും. കാറ്റടിച്ച് അപ്പോൾ അത് കിലോമീറ്റർ കണക്ക് ദൂരെയായിരിക്കും പിന്നെ ആ തീപ്പൊരി പോയി വീഴുന്നത്. അത് വീണ്ടും കത്തും, വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിച്ച് പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റാത്ത കത്തിപ്പടരും. അപ്പോൾ നമ്മുടെ കാറ്റാണെങ്കിൽ ഈ കാറ്റിൽ മോയ്സ്ചർ ഉള്ളതുകൊണ്ട് അത്രയും വേഗം ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇത് ഈ കാറ്റ് ശരിക്കും ഇതിനെ താലോലിച്ച് കൊണ്ടു നടക്കുകയാണ് ഈ തീപ്പൊരി ഒട്ടും കുറയില്ല. അത് പോയി കിടന്ന് ചെല്ലുന്നിടത്തൊക്കെ കിടന്ന് ആളി കത്തുന്ന ഒരു പ്രശ്നം സംഭവിക്കും. പിന്നെ വേറെ ഒരു പ്രശ്നം ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഒരു ഫീച്ചേഴ്സാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശവും മലകളാണ്. അപ്പോൾ തീ ആളി കത്തി കഴിയുമ്പോൾ തീ പോകുന്നത് മുകളിലേക്ക് ആളി പടരാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. തീക്ക് മുകളിലേക്ക് പതുക്കെ കയറി അങ്ങ് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് സഹായം വേണമെങ്കിലും കാറ്റ് ചെയ്തു കൊടുക്കും. ഈ സാന്റാ ആന എന്ന് പറയുന്ന കാറ്റ് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ യാതൊരു കൺട്രോളും ഇല്ലാതെ അങ്ങ് പടർന്ന് പോയി തീ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്നത് ഈ അവിടെ ഇങ്ങനെ തീ പിടിക്കുന്നത് ചിലപ്പോൾ ലൈറ്റ്നിങ് മൂലം ഉണ്ടാകും. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കേബിൾസോ വയേഴ്സൊക്കെ പോയേക്കുന്നത് ചിലപ്പോൾ ഈ കാറ്റത്തൊക്കെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ 2 കാരണങ്ങൾ സംഭവിച്ചതായിട്ട് സാധ്യതയില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ സമ്മർ സീസണാണ്, ഈ സമയത്ത് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ വേറൊരെണ്ണം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, ആരെങ്കിലുമൊക്കെ തീ കത്തിച്ചിടുകയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം, ആരെങ്കിലും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ മാറ്റവും അതേപോലെ ഉള്ള കാരണങ്ങളാണ് കൂടുതലായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അമേരിക്ക ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രമാണ്, എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഇവിടെയൊക്കെ തീ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പിടിച്ചു നിർത്തുന്നില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കും. പക്ഷേ അത് അവിടുത്തെ സാഹചര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ ഫയർ ഹൈഡ്രൻസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിലെ പാളിച്ചയെ പറ്റിയാണ്. അത് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ മേയറിനെ, ന്യൂസം എന്ന് പറയുന്ന മേയറിനെ വളരെയധികം ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു. അവിടുത്തെ ഹൈഡ്രൻസ് വർക്ക് ചെയ്തില്ല എന്നും പറഞ്ഞു. അതൊക്കെ കുറച്ച് രാഷ്ട്രീയമായിട്ട് നമ്മൾ എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രൻസിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. ഹൈഡ്രൻസ് വാഹനങ്ങൾക്ക് ഫയർ എഞ്ചിൻസ് ഒക്കെ വരുമ്പോൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. പല സ്ഥലത്തും ഇപ്പോൾ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയർക്രാഫ്റ്റൊക്കെ ഉപയോഗിച്ച് മഴ കെടുത്താൻ പോകുന്നിടത്ത് അവർ വെള്ളം ഈ ഹെലികോപ്റ്റർ എടുക്കുന്നത് കടലിൽ നിന്നായിരിക്കും. അത് ഇൻഫിനിറ്റ് സപ്ലൈ ആണ്. പക്ഷേ ഇതൊക്കെ ഓരോ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്. ഈ മലയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ടാങ്കിൽ എന്തോരം വെള്ളം കൊള്ളും, എത്ര വലിയ ടാങ്കാണെന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. ഇത് 50,000 ഏക്കറിലാണ് തീ പിടിക്കുന്നത്. 50,000 ഏക്കർ കൊണ്ടുപോയി നനയ്ക്കാനായിട്ടുള്ള വെള്ളം ഓരോടത്തും ഉണ്ടാവില്ല, അത് സംഭവിക്കില്ല. അപ്പോൾ ഫയർ ഹൈഡ്രൻസിൻ്റെ പ്രശ്നമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് പറഞ്ഞത് ഹെലികോപ്റ്റർ അതേപോലെ എയർക്രാഫ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിനാണെങ്കിലും ഈ കാറ്റ് സമ്മതിക്കില്ല. വലിയ തടസ്സം. സാന്റാ ആന എന്ന് പറയുന്ന കാറ്റ് ഉള്ള സമയത്ത് ഇതിന് ഈ എയർക്രാഫ്റ്റ് പറത്തൽ അത്ര എളുപ്പമാണ്. പിന്നെ വേറൊരു പ്രശ്നം ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലം പ്രദേശമാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. റോഡ് മുഴുവനും ബ്ലോക്കായി, ഫയർ എഞ്ചിൻസോ മറ്റു സാധനങ്ങളോ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് നിയന്ത്രിക്കാനാകാത്ത തീയായി. പിന്നെ വേറെ ചില പത്രങ്ങളിലും ചില ചാനലുകളിലും ചില ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വേറൊരു വലിയ ആരോപണം സാർ. അതായത് ഇതിന് ആരെങ്കിലും കൂടിയിട്ട് കത്തിച്ചതാണോ, അല്ലെങ്കിൽ ഈ പിന്നെ ഇസ്രയേലിനെതിരെയുള്ള ആരോപണം കൊണ്ട് പടച്ചവൻ ചെയ്തതാണോ, ഒരു പച്ച നിറമൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു ഗാസയുടെ പരിഹാരമാണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായിക്കോട്ടെ, ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോ സ്വഭാവമല്ലേ പറയട്ടെ. പക്ഷേ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പക്ഷേ ഇപ്പോൾ സാറിപ്പോൾ ഇതിൻ്റെ കാര്യകാരണ സംഭവങ്ങളൊക്കെ ശാസ്ത്രീയമായി തന്നെ പറഞ്ഞു. പക്ഷേ അപ്പോഴുള്ള സംശയം ഈ US ആരെങ്കിലും തീയിട്ടതാണോ എന്നാണ്. അങ്ങനെയാണോ ഈ ഒരു കാട്ടുതീ പടരാൻ സാധ്യത? അങ്ങനെ കാട്ടുതീയുടെ കാര്യത്തിൽ സംഭവിക്കാറുണ്ട്. പണ്ട് ബ്രസീലിൽ ആമസോൺ അതിന് തീയിട്ടുന്ന ആമസോൺ കാടുകൾക്ക് തീയിട്ട കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ദുർബുദ്ധി അങ്ങനെ ചെയ്തോന്നറിയില്ല. പക്ഷേ
അതിന്റെ വേറെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൂഫ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നിലവിൽ ഈ രീതിയിലായിരിക്കും അവിടെ തീപിടുത്തത്തിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ രീതികൾ എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് റീസൺ ആണ് ഈ വൈൽഡ് ഫയർ ഇങ്ങനെ പടരാനായിട്ട്. ഇപ്പോൾ ഈ ബോളിവുഡ് താരങ്ങളുടെ അടക്കം വീടുകളടക്കം കത്തിപ്പോയി, വലിയ നഷ്ടമാണ്, കോടികളുടെ നഷ്ടമുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഇതിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ അധികൃതർ പങ്കുവെക്കുന്നുണ്ടോ അമേരിക്ക? നിയന്ത്രണത്തിലാക്കാൻ പറ്റുമെന്ന് അല്ല, നിയന്ത്രണത്തിലാക്കും അവർ, പക്ഷേ കുറച്ച് സമയം പിടിക്കും. അതിഭയാനകമായ ഭീമമായ നഷ്ടമായിപ്പോയി, അത്രേ ഉള്ളൂ. പല യുദ്ധങ്ങളും ഒരുമിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.